ഇപ്പോൾ എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് LDF ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാപകമായ പ്രചരണം നടത്തും. അത് വിശ്വാസികളിലേക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കത്തക്ക നിലയിൽ അവർ പ്രചരണവുമായി എത്തുമെന്നുള്ളതിന് സംശയമില്ല. ഒരു ചോദ്യം കൂടെ, ഈ വികാരത്തെ മറികടന്ന് ഒരിക്കൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പെന്തക്കോസ്ത് വോട്ട് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് മുൻപിൽ എന്തെങ്കിലും വഴിയുണ്ടോ? ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന മന്ത്രിസഭാ യോഗം നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭാ വിഭാഗമായി അംഗീകരിക്കുവാൻ സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തു എന്നത്. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് LDF സർക്കാർ എടുത്ത ഈ തീരുമാനത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ് എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. പെന്തക്കോസ്ത് സഭാ ലീഡേഴ്സും പെന്തക്കോസ്ത് കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ PCIയുടെ ഭാരവാഹികളും IPC നേതാവായ പാസ്റ്റർ ഫിലിപ്പി തോമസിന്റെയും ഹെവൻലി ഫീസ്റ്റ് സ്ഥാപകനായ തങ്കു ബ്രദറിന്റെയും നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതിനെ തുടർന്നാണ് ഈ ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേർന്നത്. ഈ സംഘം പ്രതിപക്ഷ നേതാവ് VD സതീശനെയും സന്ദർശിച്ച് നിവേദനം നൽകിയിരുന്നു. ഇപ്പോഴത്തെ ഈ തീരുമാനത്തിനകത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. സഭകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി IAS ഉദ്യോഗസ്ഥരായ വിശ്വനാഥ് സിൻഹ, TV അനുപമ, ജെറോമിക് ജോർജ് എന്നിവരടങ്ങുന്ന ഒരു ഉന്നതതല IAS സമിതിയെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പെന്തക്കോസ്ത് വിശ്വാസികളെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയായി, ഒരു ക്രിസ്ത്യൻ സമൂഹമായി അംഗീകരിക്കുക, ആരാധനാലയ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീക്കുക, സെമിത്തേരികൾക്ക് അനുമതി നൽകുക, സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനമാണ് സമിതി പരിശോധിക്കുന്നതും തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നതും. കേരളത്തിലെ 25 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾക്ക് അർഹമായ അവകാശങ്ങൾ ഉറപ്പാക്കുവാൻ ഈ തീരുമാനം ഉപകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതുവരെ എന്താ പെന്തക്കോസ്തുകാർക്ക് ഒരു ക്രിസ്തീയ സഭ എന്നുള്ള അംഗീകാരം ഇല്ലായിരുന്നോ? പിന്നെ എങ്ങനെയാണ്, അംഗീകാരമില്ലാതെയാണോ ഈ സഭകളൊക്കെ പ്രവർത്തിച്ചത്? അപ്പോൾ പെന്തക്കോസ്ത് സഭകളെ ക്രൈസ്തവ സഭാ വിഭാഗമായി ഇപ്പോൾ അംഗീകരിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. നാളുകളായി പെന്തക്കോസ്ത് വിശ്വാസികൾ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിനാണ് ഈ തീരുമാനത്തിലൂടെ പരിഹാരം ഉണ്ടാകുവാൻ പോകുന്നത്. സർക്കാർ രേഖകളിൽ നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ മതം എന്നിടത്ത് നമ്മൾ ക്രിസ്ത്യൻ എന്നെഴുതും. എന്നാൽ അതിൻ്റെ അനുബന്ധമായ ഒരു ചോദ്യമുണ്ട്, ഉപവിഭാഗം ഏതാണെന്നുണ്ട്. അവിടെ പെന്തക്കോസ്ത് എന്ന് രേഖപ്പെടുത്തുവാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നത്തിനാണ് ഈ തീരുമാനം നടപ്പിലാകുന്നതിലൂടെ പരിഹാരം ഉണ്ടാകുന്നത്. പിന്നെ ഓരോ സർക്കാരും വരുമ്പോൾ നിരവധി ബോർഡുകളും ആ ബോർഡുകളുടെ അംഗങ്ങളെയും ഒക്കെ നിയമിക്കാറുണ്ട്. ഇതെല്ലാം സാമുദായിക സന്തുലിതാവസ്ഥ നോക്കിയാണ് സാധാരണ എല്ലാ ഗവൺമെന്റുകളും ചെയ്യാറ്. ഇങ്ങനെ വീതം വെക്കുന്ന കൂട്ടത്തിൽ പെന്തക്കോസ്ത് ഒരു വിഭാഗമായി പോലും ഇതുവരെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് 1, 2, 3 പേർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പൊസിഷനിൽ എത്തുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായി തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ അത് അടിയന്തരമായി അത്യാവശ്യമുള്ള ഒരു കാര്യവുമാണ്. എന്നാൽ ഈ വീഡിയോയിൽ പ്രധാനമായും ഈ തീരുമാനത്തിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായി കേരളത്തിൽ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികളുള്ള ക്രൈസ്തവ സമൂഹമാണ് പെന്തക്കോസ്ത് സഭകൾ. കത്തോലിക്ക സഭ പോലെ ഏകശിലാ നിർമ്മിതമല്ല പെന്തക്കോസ്ത് സഭകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉപദേശവും വിശ്വാസവും ഏറെക്കുറെ ഒന്നാണെങ്കിലും ഒരു സംഘടനയായോ ഒറ്റ നേതൃത്വത്തിന്റെ കീഴിലോ അല്ല പെന്തക്കോസ്ത് സഭകൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ സംഘടിതമായ ഒരു ശക്തിയായോ ഒരു വോട്ട് ബാങ്കായോ രാഷ്ട്രീയത്തിൽ ബാർഗൈനിങ് പവർ ഉള്ള ജനവിഭാഗമായോ ഇതുവരെ പെന്തക്കോസ്തിനെ ആരും പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും നിർണായകവും ശ്രദ്ധേയവുമായ ഒരു കാര്യം, കത്തോലിക്ക സഭ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പാരമ്പര്യ ക്രൈസ്തവ സഭകളും വലിയ തോതിലുള്ള അംഗത്വ ശോഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും സ്കൂളും കോളേജും ആശുപത്രിയും ഒക്കെ ഉണ്ടെങ്കിലും അംഗസംഖ്യയിൽ ഈ സഭകളെല്ലാം വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ ആളില്ലാതാകുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. അത് വേറൊരു വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ പാരമ്പര്യ ക്രൈസ്തവ സഭകൾ ശോഷിച്ചു വരുമ്പോൾ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾ എണ്ണത്തിൽ 3, 4 ഇരട്ടിയിലധികമായി വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യവസ്ഥാപിത പെന്തക്കോസ്ത് സഭകളോടൊപ്പം ഹെവൻലി ഫീസ്റ്റ് പോലെയുള്ള നവ പെന്തക്കോസ്ത് മൂവ്മെന്റുകൾ കൂടെ വലിയ തോതിൽ വളർച്ച പ്രാപിച്ചതാണ് പെന്തക്കോസ്ത് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് ഇത്ര പെട്ടെന്നുള്ള ഒരു കുതിപ്പിലേക്ക്, ഒരു വളർച്ചയിലേക്ക് വരുവാനുള്ള കാരണമായി മാറിയത്.
പ്രധാനമായും പാരമ്പര്യ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള വിശ്വാസികളാണ് ഈ പെന്തക്കോസ്ത് ന്യൂ ജനറേഷൻ സഭകളിലേക്ക് ഒഴുകിയെത്തിയത് എന്നതും ഇവിടെ ശ്രദ്ധേയമായ വസ്തുതയാണ്. അതാണ് പ്രധാനമായിട്ടും സമുദായ സഭകളെ അല്ലെങ്കിൽ പാരമ്പര്യ ക്രൈസ്തവ സഭകളുടെ അംഗസംഖ്യയിൽ വലിയ കുറവിന് കാരണമായി മാറിയത്. പെന്തക്കോസ്തിനുണ്ടായിട്ടുള്ള ഈ മാറ്റം, വളർച്ച കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നതാണ് ഇപ്പോഴത്തെ പുതിയ തീരുമാനങ്ങളുടെയൊക്കെ യഥാർത്ഥ കാരണം. ഇപ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭ ഒരു തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ നിമിഷത്തിൽ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന്റെ രാഷ്ട്രീയ നേട്ടം ഇടതുപക്ഷത്തിന് ലഭിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം തേടുമ്പോൾ അല്പം ചരിത്രം കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം പ്രധാനമായും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ തെക്കൻ ജില്ലകളിലാണ് ആദ്യഘട്ടങ്ങളിൽ വേരുറപ്പിച്ചതും പടർന്ന് പന്തലിച്ചതും. ഈ പെന്തക്കോസ്ത് മേഖലയിലെ പെന്തക്കോസ്ത് വിശ്വാസികൾ പൊതുവെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെ പോലെ തന്നെ കോൺഗ്രസ് അനുഭാവികളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും മറന്നുപോകരുത്. എന്നാൽ ഇതിലൊരു ഷിഫ്റ്റ് ഉണ്ടായത്, ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് 30 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 1996. ആ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് ഇവിടെ UDF ആണ് ഭരിച്ചിരുന്നത്. ശ്രീ AK ആന്റണിയുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അന്ന് കേരളത്തിൽ വ്യാപകമായ നിലയിൽ പെന്തക്കോസ്തുകാരുടെ കൺവെൻഷനുകളിൽ RSSന്റെ അക്രമങ്ങൾ അരങ്ങേറി. പല കൺവെൻഷൻ വേദികളും RSS അക്രമികൾ തല്ലി തകർത്തു. പാസ്റ്റർമാർ പലരും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. പ്രത്യേകിച്ച് പെന്തക്കോസ്തിന്റെ ഈറ്റില്ലമായ പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട്, ആറന്മുള, കുമ്പഴ എന്നിവിടങ്ങളിൽ മൃഗീയമായ നിലയിലാണ് RSSന്റെ തേർവാഴ്ച നടന്നത്. ഈ അക്രമങ്ങളൊന്നും പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരു പോറൽ പോലും ഉണ്ടാക്കിയില്ല. അടി കൊണ്ടാൽ, പള്ളി പൂട്ടിയാൽ, ജയിലിൽ ഇട്ടാൽ ഒന്നും ഇല്ലാതെയാക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് ഇതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉത്തരേന്ത്യയിൽ ഇപ്പോഴും RSSും ബജ്രംഗ് ദളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും തല്ലിക്കൊന്ന് ഇവരെ ഇല്ലാതെയാക്കാൻ പറ്റുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇത് വളർന്നു വരികയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ അക്രമങ്ങൾ മധ്യ തിരുവിതാംകൂറിലെ പെന്തക്കോസ്ത് വിശ്വാസികളെ ഒട്ടും തളർത്തി. എന്നാൽ ഈ സമൂഹത്തോട് ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതികരണം പെന്തക്കോസ്ത് വിശ്വാസികളുടെ മനസ്സിൽ മായാത്ത ഒരു മുറിവായി മാറുവാൻ ഈ സംഭവങ്ങൾ കാരണമായി. കാരണം ഒരിടത്തും പോലീസ് കാര്യമായി അക്രമികൾക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ ക്യാപ്റ്റൻ സാമുവൽ എന്ന പ്രധാനപ്പെട്ട ഒരു പെന്തക്കോസ്ത് പാസ്റ്ററെ കുമ്പനാടിനടുത്ത് ഇരവുപേരൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട സബ് ജയിലിൽ അടച്ചു. അദ്ദേഹത്തെ അന്ന് ജാമ്യത്തിൽ ഇറക്കുവാൻ ഓടി നടന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് അക്കാര്യം ഞാൻ ഓർപ്പിക്കുന്നത്. പാസ്റ്ററെ ജയിലിൽ അടച്ചു എന്നത് മാത്രമല്ല, പല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചില നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ആ കാലഘട്ടത്തിൽ നടത്തി. പാസ്റ്റർമാർ ചൈനീസ് ചാരന്മാരാണെന്ന് പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രി പോലും നമുക്കുണ്ടായിരുന്നു. ഇതോടൊപ്പമാണ് മറ്റൊരു സംഭവം കൂടെ ഉണ്ടാകുന്നത്. തിരുവല്ലയിൽ നിന്ന് കുമ്പനാട്, കോഴഞ്ചേരി വഴി ശബരിമലയിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കുവാനുള്ള പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. അതിന്റെ പ്രാഥമിക സർവേ നടന്നു. ആ സർവേയിൽ ആ പാത കടന്നു പോകുന്നത് കുമ്പനാട് IPCയുടെ സഭാ ആസ്ഥാനത്തു കൂടെയാണ്. അതായത് കുമ്പനാട് കൺവെൻഷൻ നടക്കുന്ന വിശ്വാസികൾക്ക് വൈകാരികമായ വളരെ അടുപ്പമുള്ള ഒരു സ്ഥലത്ത്, ആ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തു കൂടെയാണ് ലൈൻ കടന്നു പോകുവാനുള്ള സർവേ നടന്നത്. കുമ്പനാട് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട, സഭയുമായി ബന്ധപ്പെട്ട ചിലർ ഡൽഹിയിലെത്തി പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടു. ഈ റെയിൽവേ ലൈനിൻ്റെ അലൈൻമെൻറ്റ് അല്പമൊന്നും മാറ്റണമെന്നൊരു അപേക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ആ മന്ത്രി ആ കാര്യത്തിൽ ചെറുവിരൽ അനക്കിയില്ലെന്ന് മാത്രമല്ല, തൻ്റെ അടുത്ത് എന്നവരെ നാടിൻ്റെ വികസനം വരുമ്പോൾ നമ്മൾ സഹകരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു വിടുകയായിരുന്നു. ഒടുവിൽ കർണാടകക്കാരൻ ജാഫർ ഷെരീഫ് റെയിൽവേ മന്ത്രി ആയപ്പോൾ കർണാടകയിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച ചിലർ നടത്തിയ ഇടപെടലിലൂടെയാണ് ആ റെയിൽവേ പദ്ധതി തന്നെ വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ ഒന്നിലധികം സംഭവങ്ങളിലൂടെ പെന്തക്കോസ്ത് വിശ്വാസികളുടെ മനസ്സ് പതിയെ കോൺഗ്രസ് നേതാക്കളോടുള്ള ആമർശം പുകയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് EK നായനാർ ആറന്മുളയിൽ RSS അക്രമം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയും വിശ്വാസികൾക്ക് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന ഒരു ഉറപ്പ് നൽകുകയും ചെയ്തത്. RSS ആക്രമണം ഞങ്ങളുടെ ഭരണം വന്നാൽ വെച്ചു പൊറുപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി.
തുടർന്ന് കേരളത്തിലുടനീളം പെന്തക്കോസ്ത് കൺവെൻഷനുകൾക്ക് ഡിവൈഎഫ്ഐയുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും ഒരു സംരക്ഷണ വലയം ഒരുക്കി. അതിന്റെ അനന്തരഫലം എന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറെക്കുറെ നമുക്കത് വ്യക്തമാകും. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരമായി UDFും കോൺഗ്രസും ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങൾ ഒന്നൊന്നായി UDFിനെ കൈവിട്ടു. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ പോലും UDF MLA ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അന്ന് 1996 ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ ഒരു നീക്കത്തിന്റെ അനന്തര ഫലമായിരുന്നു അത് എന്ന് തിരിച്ചറിയുക. കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെല്ലാം ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായി. ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ ദൈവമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരുടെ പുതിയ തലമുറ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരായി മാറി. ഇതാണ് ആ പൊളിറ്റിക്കൽ ഷിഫ്റ്റിന്റെ ഒരു പശ്ചാത്തലം. ഇനി ഇപ്പോഴത്തെ ഈ തീരുമാനം ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനോട് സ്വാഭാവികമായി ജനങ്ങൾക്കുണ്ടാകാവുന്ന ഒരു വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ RSS ആക്രമണങ്ങൾ തുലോം കുറവായിരുന്നു എന്നതും യാഥാർത്ഥ്യമായ കാര്യമാണ്. മുഖ്യമന്ത്രി തന്നെ സന്ദർശിച്ച പെന്തക്കോസ്ത് നേതാക്കളോട് പറഞ്ഞതും ഇത് തന്നെയാണ്. പാർട്ടിയും പാർട്ടിയുടെ പോലീസും സഭകൾക്ക് എന്ത് വിഷയത്തിലും കൂടെ നിന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ അല്പം വസ്തുതയുള്ള സത്യസന്ധമായ കാര്യം കൂടിയാണ്. അത് പെന്തക്കോസ്തുകാർക്ക് മനസ്സിലായിട്ടുമുണ്ട്. കാരണം പെന്തക്കോസ്ത് സഭകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാരമ്പര്യ ക്രൈസ്തവ സഭകളെ പോലെ സ്കൂള്, കോളേജ്, ആശുപത്രി തുടങ്ങിയ ബിസിനസ്സുകളൊന്നും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആവശ്യങ്ങളോ സമ്മർദ്ദങ്ങളോ ഒന്നുമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്തോ ഗവൺമെന്റിന്റെ അടുത്തോ ചെന്ന് ശല്യപ്പെടുത്തുന്ന രീതി പെന്തക്കോസ്തുകാർക്കില്ല. പെന്തക്കോസ്തുകാർക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉള്ളന്നേ. എന്തൊക്കെയാണ് അവരുടെ ആവശ്യം? സ്വസ്ഥമായി ആരാധിക്കണം, സഭാ ഹോൾ പണിയാൻ പെർമിഷൻ ലഭിക്കണം, അതുപോലെ തന്നെ കൺവെൻഷന് മൈക്ക് സാങ്ഷന് ചെല്ലുമ്പോൾ മൈക്ക് സാങ്ഷൻ കിട്ടണം, പിന്നെ ഞങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങി ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സെമിത്തേരികളിൽ ശവം അടക്കാൻ ചെല്ലുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ വ്യാപകമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇതൊക്കെയാണ് പെന്തക്കോസ്ത് സഭകളുടെ ആവശ്യങ്ങൾ. ഇതൊക്കെ ഭരിക്കുന്ന സർക്കാരുകൾക്ക് വളരെ നിസ്സാരമായി ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഈ തീരുമാനം കൊണ്ട് മധ്യ തിരുവിതാംകൂറിലെ പെന്തക്കോസ്ത് വിശ്വാസികളെ ഇടതുപക്ഷത്ത് തന്നെ നിർത്താൻ സാധിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതിന്റെ തന്നെ പ്രസക്തി അത് തന്നെയാണ്. അവർ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് പെന്തക്കോസ്ത് സമൂഹത്തിന്റെ അംഗീകാരവും വോട്ടും വേണം. അതിനുവേണ്ടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി ഇപ്പോൾ എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് LDF ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാപകമായ പ്രചരണം നടത്തും. അത് വിശ്വാസികളിലേക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കത്തക്ക നിലയിൽ അവർ പ്രചരണവുമായി എത്തുമെന്നുള്ളതിന് സംശയമില്ല. ഒരു ചോദ്യം കൂടെ, ഈ വികാരത്തെ മറികടന്ന് ഒരിക്കൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പെന്തക്കോസ്ത് വോട്ട് തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് മുൻപിൽ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ മധ്യ തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട ഒരു വിശ്വാസിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് കേരളത്തിലെ 25 ലക്ഷത്തോളം വരുന്ന പെന്തക്കോസ്ത് വിശ്വാസികളെ വല്ലാത്ത നിലയിൽ സ്വാധീനിക്കും. ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുവാനായിട്ട് കാരണമായി തീരും. എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ എഫക്റ്റും ഉണ്ടാകും. ഇതല്ലാതെ കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000 ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000 വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000 വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.